റമദാനിന്റെ പകുതിയാകുമ്പോൾ കുനൂത്ത് ഓതാറുണ്ട്. ഓരോ ഉമ്മമാരും ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവരും അറിയേണ്ട നിർബന്ധമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. കുനൂത്തിൽ നമ്മൾ എങ്ങനെയാ ഓതുന്നത്? കുനൂത്ത് ഓതുമ്പോൾ നമ്മൾ എല്ലാവരും കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാറുണ്ട്. കൈ എങ്ങനെയാ പിടിക്കേണ്ടത്? ചില ആളുകൾ ഇങ്ങനെ നല്ല ഈമാൻ കയറിയിട്ട് തഖ്വ കയറിയിട്ട് മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പിടിക്കാറുണ്ട്. അങ്ങനെയല്ല. ചില ആളുകൾ അവരുടെ വയറ് അത് കുനൂത്തിന് വേണ്ടി അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന സമയത്ത് കൈവെക്കാനുള്ള ഒരു ഉപകരണമാണ് എന്ന നിലയിൽ അവർ വയറിൽ കൈവെക്കാറുണ്ട്. അങ്ങനെയുമല്ല. പല ആളുകളും പല രൂപത്തിലാണ്. ചില ആളുകൾ ഇങ്ങനെ അത് കുനൂത്ത് കഴിയുമ്പോൾ മുഖം ഇങ്ങനെ തടവും. ചില ആളുകൾ നെഞ്ചൊക്കെ ഇങ്ങനെ എവിടെയാ നിസ്കാരത്തിലാ നെഞ്ചിങ്ങനെ തടകും. ചില ആളുകൾ അതിനേക്കാൾ ബഹുരസം എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, എന്തോ ഒരു ബറക്കത്ത് കയ്യിലുണ്ട്, അതിങ്ങനെ കൊണ്ടുപോകും സുജൂദിലേക്ക്. സുജൂദിൽ പോകുമ്പോൾ ആ കുനൂത്ത് കഴിഞ്ഞ് പിന്നെ സുജൂദിലേക്കാണല്ലോ, ഇങ്ങനെ എന്തോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ തറയിൽ എന്തോ ഇങ്ങനെ കമത്തിയിടുന്നത് പോലെ. ഇതൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് റഹ്മത്തിന്റെ 10 വിട പറഞ്ഞ് മഗ്ഫിറത്തിന്റെ 10ലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും സാധാരണ റമദാൻ മാസത്തിൽ ചെയ്യാറുള്ള ഒരു അമലാണ് റമദാനിന്റെ പകുതിയാകുമ്പോൾ 15ാമത്തെ ആ ദിവസം കഴിഞ്ഞ് 16ലേക്ക് പ്രവേശിക്കുന്ന ആ ദിവസം മുതൽ കുനൂത്ത് ഓതാറുണ്ട്. കുനൂത്ത് സാധാരണ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് എല്ലാ സുബ്ഹി നമസ്കാരത്തിലും ഓതൽ, സുബ്ഹിയുടെ 2ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിന് ശേഷം ഓതൽ സുന്നത്താണ്. അതോടൊപ്പം തന്നെ ശാഫിഈ മദ്ഹബുകാരായ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വിത്ർ നമസ്കാരത്തിൽ, റമദാനിൻ്റെ പകുതിക്ക് ശേഷം വിത്ർ നമസ്കാരത്തിൽ ആ വിത്റിൻ്റെ 3ാമത്തെ റക്അത്ത്, 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ 3ാമത്തെ റക്അത്തിൽ, 5 റക്അത്ത് വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ 5ാമത്തെ റക്അത്തിൽ, ഇനി 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ 11ാമത്തെ റക്അത്തിൽ ആ ഇഅ്തിദാലിൽ റുകൂഅ ചെയ്ത് റുകൂഇൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്ന് പറഞ്ഞതിന് ശേഷം അവൻ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. നമ്മൾ മദ്രസ തൊട്ടേ പഠിച്ചിട്ടുള്ള കുനൂത്തിന്റെ വാചകങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅ്തൈത് വഖിനാ ശർറ മാ ഖളൈത് ഫഇന്നക തഖ്ളീ വലാ യുഖ്ളാ അലൈക് വഇന്നഹു ലാ യളില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത് തബാറക്ത റബ്ബനാ വതആലൈത ഫലകൽ ഹംദു അലാ മാ ഖളൈത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് വസ്സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം റബ്ബനാഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീമീൻ. ഇത് കുനൂത്തിന്റെ ഒരു രൂപമാണ്. ഇതിൽ നിന്നും ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള കുനൂത്തുകൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പാരായണം ചെയ്യാറുണ്ട്. കുനൂത്ത് എങ്ങനെ ഓതിയാലും അത് കുനൂത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വാക്കുകൾ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാൻ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ ഉൾക്കൊണ്ടാൽ അതൊക്കെ എന്തായി മാറി? കുനൂത്തായി മാറി. എന്നു മുതലാണ് ഇത് ഓതേണ്ടത്? റമദാനിൻ്റെ ആദ്യത്തെ പകുതിക്ക് ശേഷം. അതായത് റമദാൻ 15 ഇന്ന് റമദാൻ 15 ആണെങ്കിൽ ഇന്നത്തെ മഗ്രിബ് തൊട്ട്, അതായത് 16ലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്നത്തെ മഗ്രിബ് പ്രവേശിച്ച് പിന്നെ ഇശാ കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് വിത്റിലെ ഇന്നത്തെ വിത്ർ തൊട്ട് നമ്മൾ ഇത് ഓതി തുടങ്ങുക. അതാണ് ഇതിൻ്റെ ടൈം. അത് റമദാൻ 30 പൂർത്തിയായാൽ അന്ന് വരെ, അല്ലെങ്കിൽ 29 ആണെങ്കിൽ അന്ന് വരെ വിത്റിൽ ഇത് നമ്മൾ മുടങ്ങാതെ ഓതുക. ഇനി എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുനൂത്തിൽ നമ്മൾ എങ്ങനെയാ ഓതുന്നത്? കുനൂത്ത് ഓതുമ്പോൾ നമ്മൾ എല്ലാവരും കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാറുണ്ട്. കൈ എങ്ങനെയാ പിടിക്കേണ്ടത്? ചില ആളുകൾ ഇങ്ങനെ നല്ല ഈമാൻ കയറിയിട്ട് തഖ്വ കയറിയിട്ട് മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പിടിക്കാറുണ്ട്. അങ്ങനെയല്ല. ചില ആളുകൾ അവരുടെ വയറ് അത് കുനൂത്തിന് വേണ്ടി അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന സമയത്ത് കൈവെക്കാനുള്ള ഒരു ഉപകരണമാണ് എന്ന നിലയിൽ അവർ വയറിൽ കൈവെക്കാറുണ്ട്. അങ്ങനെയുമല്ല. സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിലാണ് അവർ കൈ ഉയർത്താറുള്ളത്. ഒന്ന് ഇങ്ങനെ ഉയർത്തുന്ന ആളുകളുണ്ട്, 2 ഇങ്ങനെ ഉയർത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഉയർത്തിയാലും ഇങ്ങനെ വെച്ചാലും രണ്ടും അസ്ലു സുന്നത്ത് നമുക്ക് കിട്ടും, കൈ ഉയർത്തിയ സുന്നത്ത് കിട്ടും. എന്നാൽ ഇത് രണ്ടിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അത് രണ്ടും ചേർത്ത് വെക്കലാണ്. ചേർത്ത് വെച്ചിട്ട് കുനൂത്ത് ഓതുമ്പോൾ കൈയിൻ്റെ വെള്ളയിലേക്ക്, 2 കൈയിൻ്റെയും വെള്ളയിലേക്ക് നോക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇങ്ങനെ വെക്കാൻ സാധിക്കുമെങ്കിൽ, ഇങ്ങനെ നോക്കാൻ സാധിക്കുമെങ്കിൽ അതങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്ലസ്
ഒരു പ്രതിഫലം കൂടുതലാണ്. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മൾ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം റബ്ബന ഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ. പല ആളുകളും പല രൂപത്തിലാണ്. ചില ആളുകൾ ഇങ്ങനെ അത് കുനൂത്ത് കഴിയുമ്പോൾ മുഖം ഇങ്ങനെ തടവും. ചില ആളുകൾ നെഞ്ചൊക്കെ ഇങ്ങനെ എവിടെയാ നിസ്കാരത്തിലാ നെഞ്ചിങ്ങനെ തടകും. ചില ആളുകൾ അതിനേക്കാൾ ബഹുരസം കയ്യിൽ എന്തോ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, എന്തോ ഒരു ബറക്കത്ത് കയ്യിലുണ്ട്, അതിങ്ങനെ കൊണ്ടുപോകും സുജൂദിലേക്ക്. സുജൂദിൽ പോകുമ്പോൾ ആ കുനൂത്ത് കഴിഞ്ഞ് പിന്നെ സുജൂദിലേക്കാണല്ലോ, ഇങ്ങനെ എന്തോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ തറയിൽ എന്തോ ഇങ്ങനെ കമത്തിയിടുന്നത് പോലെ. ഇതൊന്നുമില്ല. കുനൂത്ത് ഓതിക്കഴിഞ്ഞാൽ രണ്ട് കൈയും താഴേക്കിടുക. രണ്ടും കൈയും താഴേക്കിട്ടിട്ട് സമാധാനത്തോടെ റാഹത്തോടെ സുജൂദിലേക്ക് പോകുക. അല്ലാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണമെന്നൊന്നും ഒരു കിതാബിലുമില്ല. മുഖം തടവാനും പാടില്ല. കാരണം നിസ്കാരത്തിൽ ഒരുപാട് അനക്കം വന്നാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ അല്ലാത്ത ഏത് ദുആ ചെയ്താലും നിസ്കാരങ്ങൾക്ക് ശേഷം, ഇപ്പോൾ നോമ്പ് തുറയുടെ സമയത്ത് നമ്മൾ ദുആ ചെയ്യുമല്ലോ, ആ സമയത്തൊക്കെ എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും കൈ ഇങ്ങനെ മുഖത്തേക്ക് തടവൽ അത് സുന്നത്താണ്. കൈ മുഖത്ത് തടവൽ, ആ ദുആ ചെയ്ത കൈ അതിന് ബറക്കത്തുണ്ട്. അത് മുഖത്ത് തടവൽ സുന്നത്താണ്, നല്ലതാണ്. നിസ്കാരത്തിൽ കുനൂത്തിൽ ഇങ്ങനെ വെച്ചിട്ട് തടകാൻ നിൽക്കണ്ട. കാരണം അങ്ങനെ അനക്കം കൂടിയാൽ നിസ്കാരം ബാത്തിലാവാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമാമ് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് എന്ന് ഓതുമ്പോൾ മഅ്മൂമീങ്ങൾ എന്ത് ചെയ്യുക? ആമീൻ പറയുക. അത് ദുആഇന്റെ വാക്കുകളാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അപ്പോൾ മഅ്മൂമീങ്ങൾ ആമീൻ. വആഫിനാ ഫീമൻ ആഫൈത്, മഅ്മൂമീങ്ങൾ ആമീൻ. വതവല്ലനാ ഫീമൻ തവല്ലൈത്, അപ്പോഴും ആമീൻ. വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത്. ഇതുവരെ ദുആയാണ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക? ഇമാം പറയുമ്പോൾ ആമീൻ 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 എന്ന് പറയുക. അത് കഴിഞ്ഞ് പറയുന്നത് ഫഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക വഇന്നഹു ലാ യളില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത. ഇതൊക്കെ അല്ലാഹുവിനെ വാഴ്ത്തലും പുകഴ്ത്തലുമാണ്, സനാ ആണ്. ആ സമയത്ത് എന്ത് ചെയ്യുക? ഇമാം പറയുന്നത് പോലെ മഅ്മൂമീങ്ങളും ഇമാമിനോടൊപ്പം തന്നെ പറയുക. എന്നിട്ട് അവസാനം വസല്ലല്ലാഹു തആല വസല്ലമ ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇമാമിന്റെ കൂടെ പറയേണ്ട കാര്യമില്ല. ഇമാം തന്നെ ഉറക്കെ പറയട്ടെ, വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അത് പറയുമ്പോൾ മഅ്മൂമീങ്ങൾ ആമീൻ. റബ്ബന ഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ. ആ സമയത്തും ആമീൻ. ഇവിടെ പല ആളുകളും ചോദിക്കാറുള്ള സംശയമാണ്, ഉസ്താദേ അല്ലാഹുമ്മ ഹ്ദിനാ എന്നാണോ അല്ലാഹുമ്മ ഹ്ദിനി എന്നാണോ? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് എന്നാണോ? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് എന്നാണോ? നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാം നിൽക്കുന്ന ആള് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് എന്ന് പറയണം. കാരണം അത് അവനിക്ക് വേണ്ടി മാത്രമുള്ള ദുആയല്ല, പുറകിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങൾക്കും വേണ്ടിയുള്ള ദുആയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ എന്ന് പറയലാണ് വേണ്ടത്. ഇനി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുമ്മ ഹ്ദിനി, അല്ലാഹുവേ എനിക്ക് നീ ഹിദായത്ത് നൽകണം, എനിക്ക് നീ എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകണം എന്ന് നീ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലാഹുമ്മ ഹ്ദിനാ എന്ന ബഹുവചനം പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇമാം നിൽക്കുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അയാൾ കുനൂത്ത് ഓതുന്ന സമയത്ത് അല്ലാഹുമ്മ ഹ്ദിനാ എന്ന് പറയലാണ് വേണ്ടത്. ഒരു കുനൂത്തിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അതൊന്ന് പാരായണം ചെയ്തിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം എന്നെയും നീ സന്മാർഗത്തിലാക്കണേ. വആഫിനാ ഫീമൻ ആഫൈത്, നീ സൗഖ്യം നീ സുഖം നൽകിയവരോടൊപ്പം എനിക്കും സൗഖ്യവും സുഖവും നീ നൽകണേ. വതവല്ലനാ ഫീമൻ തവല്ലൈത്, അല്ലാഹുവേ നീ സംരക്ഷണം ഏറ്റെടുത്തവരോടൊപ്പം എൻ്റെ സംരക്ഷണവും നീ ഏറ്റെടുക്കണമേ. വബാരിക് ലനാ ഫീമാ അഅ്തൈത്, അല്ലാഹുവേ നീ നൽകിയതിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ, ബറക്കത്ത് ചെയ്യണേ. എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ വസ്തുക്കൾ, എന്തൊക്കെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ടോ അതിൽ മുഴുവനും നീ ബറക്കത്ത് നൽകണേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെയോ വഖിനാ ശർറ മാ ഖളൈത്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ആപത്തുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. ഇത്രയും നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആയാണ്. ഇനി ബാക്കിയുള്ളത് സനാ ആണ്, അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. ഫഇന്നക തഖ്ലി വലാ യുഖ്ലാ അലൈക്, ഫഇന്നക തഖ്ലി,
അല്ലാഹുവേ, കാരണം നിശ്ചയമായും നീയാണ് വിധിക്കുന്നവൻ. വലാ യുക്ലാ അലൈക്, നിന്റെ മേൽ വിധിക്കപ്പെടുകയില്ല റബ്ബേ. വ ഇന്നഹു ലാ യദില്ലു മൻ വാലൈത്, നീ സ്നേഹിച്ചവൻ ഒരിക്കലും നിന്ദനായി പോവുകയില്ല. വലാ യഇസ്സു മൻ ആദൈത്, നീ ശത്രുത കാണിച്ചവൻ ഒരിക്കലും വലിയ ഇസ്സത്തിലാവുകയില്ല, പ്രതാപവാനാവുകയില്ല, പ്രതാപമുള്ളവനാവുകയില്ല. തബാറക്ത റബ്ബനാ വ തആലൈത്, ഞങ്ങളുടെ രക്ഷിതാവേ, നീ വിശുദ്ധനായവനാണ്, നീ ഉന്നതനായവനാണ്. ഫലകൽ ഹംദു അലാ മാ ഖളൈത്, നീ വിധിച്ചതിൻ്റെ പേരിൽ സർവ്വസ്തുതിയും നിനക്കാകുന്നു. എന്നിട്ട് പിന്നെ അവസാനം പറയുന്നു, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്, അസ്തഗ്ഫിറുക, അല്ലാഹുവേ, ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ്. വ അതൂബു ഇലൈക്, നിന്നിലേക്കാണ് ഞാൻ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നത്. ഇത് ഇത്രയും സനാ ആണ്, ബാക്കിയുള്ള എല്ലാവരോടും കൂടി ഒന്നിച്ച് പറയേണ്ട കാര്യമാണ്. ഇതാണ് ഇതിൻ്റെ ഏകദേശ അർത്ഥം. അത് കഴിഞ്ഞ് പിന്നെ ഇമാമു ഉറക്കെ പറയണം. അതായത് അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത്. ഈ 5 വാചകങ്ങളും എത്ര ശബ്ദത്തിലാണോ പറഞ്ഞത് ആ ശബ്ദത്തിലായിരിക്കണം ഇവിടം തൊട്ട്. അതായത് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇതും റബ്ബനഗ്ഫിർ വർഹം വ അൻത ഖൈറുർ റാഹിമീൻ, ഇതും ആ ശബ്ദത്തിൽ വേണം പറയാൻ. അപ്പോൾ ഇത് രണ്ടും പറയുമ്പോൾ ആമീൻ ആമീൻ എന്ന് മഅ്മൂമീങ്ങൾ പറയേണ്ടതാണ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഉമ്മിയായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അസുഹാബിനും എല്ലാവർക്കും റബ്ബേ, നീ ഗുണവും രക്ഷയും സമാധാനവും നൽകണേ. റബ്ബനഗ്ഫിർ വർഹം വ അൻത ഖൈറുർ റാഹിമീൻ, അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവൻ, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരുണാനിധി, കാരുണ്യവാൻ നീയാണ് എന്ന് അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ വീട്ടിൽ തറാവിഹ് നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടാകും, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ഉമ്മമാർ, വിത്ർ നിസ്കരിക്കുന്ന ഉമ്മമാർ, അവർക്കും ഈ പറഞ്ഞതൊക്കെ ബാധകമാണ്. അവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അയൽവാസികളായ ഉമ്മമാരൊക്കെ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ ഇമാം എന്ന് നിസ്കരിക്കുന്നുണ്ടാകും. അവരും ഇതുപോലെ തന്നെ അല്ലാഹുമ്മ ഹദീനാ ഫീമൻ ഹദീത്, അവർക്ക് പെണ്ണായതുകൊണ്ട് ഞങ്ങൾക്ക് വ്യത്യാസമുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട, എല്ലാവർക്കും ഒന്ന് തന്നെയാണ്, ദുആയൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അവരും ഇങ്ങനെ ദുആ ചെയ്യുക. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മഅ്മൂമീങ്ങളായി നിൽക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ ആമീൻ ആമീൻ എന്ന് ഉറക്കെ അങ്ങോട്ട് അലറിച്ച്, ഈ പള്ളിയിലൊക്കെ നമ്മൾ ചെന്നാൽ എല്ലാ ആണുങ്ങളും കൂടി നല്ല ശബ്ദമായിരിക്കും ആമീൻ ആമീൻ എന്ന്. എന്നതുപോലെ ഉമ്മമാർ ഒരു വീട്ടിൽ നിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നു എന്ന് പരാതി വരുന്ന രൂപത്തിലൊന്നും ആരും ഉറക്കെ ആമീൻ പറയേണ്ട. നിങ്ങളൊക്കെ സ്ത്രീകളാണ്, ഉമ്മമാരാണ്, അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. അത് നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാവട്ടെ. അതുകൊണ്ട് നല്ല പതിഞ്ഞ സ്വരത്തിൽ ആമീൻ ആമീൻ എന്ന് പറയലാണ് വേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇനി ഒരാൾ ഈ ഖുനൂത്ത് ഓതാൻ മറന്നുപോയാൽ എന്ത് ചെയ്യുക? അവസാനം 2 സുജൂദ് ചെയ്യൽ കൊണ്ട് ഇത് പരിഹരിക്കപ്പെടും. ഇനി സുജൂദും ചെയ്യാൻ മറന്നുപോയാൽ ഒരു കുഴപ്പവുമില്ല. ഖുനൂത്ത് അത് അബാദു സുന്നത്തിൽപ്പെട്ടതാണ്. ആ അബാദു സുന്നത്തിൽപ്പെട്ടത് അത് മറന്നുപോയാൽ 2 സുജൂദ് കൊണ്ട് നമുക്ക് പരിഹരിക്കാം. അതിൽപ്പെട്ടതാണ് ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്താണ്. ആ സുന്നത്തായ അത്തഹിയാത്ത് മറന്നുപോയി ഒരാൾ എന്ത് ചെയ്യുക? അവസാനത്തെ 4ാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ 3ാമത്തെ റക്അത്തിൽ 2ാമത്തെ റക്അത്തിൽ ആ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ 2 സുജൂദ് ചെയ്യൽ കൊണ്ട് അത് പരിഹരിക്കപ്പെടും. ഇനി ആ സുജൂദ് മറന്നുപോയാലും ഒരു കുഴപ്പവും വരാനില്ല, നിസ്കാരത്തിനൊരു കോട്ടവും സംഭവിക്കില്ല. അതുകൊണ്ട് ഇത് ആരെങ്കിലും മറന്നുപോയാൽ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ഏതെങ്കിലും ഉമ്മമാര് ഇമാമ് നിന്നിട്ട് ഇത് മറന്നുപോയി, നീ എന്തേ അത് ഓതാഞ്ഞത് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മനുഷ്യന് മറവി എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് ഇത് മറന്നുപോയാൽ, ഇത് നിർബന്ധമായ കാര്യമല്ലാത്തതുകൊണ്ട് മറന്നുപോയാൽ ഒരു കുഴപ്പവും അവിടെ സംഭവിക്കാനില്ല, നിസ്കാരം സ്വഹീഹാകും. അത് പ്രത്യേകം മനസ്സിലാക്കുക. എങ്ങനെയാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, അതിൽ വരുന്ന തെറ്റുപാടുകളെല്ലാം അല്ലാഹു തആല പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഈ റമളാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ പുണ്യമായ സംഘം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ഈ പുണ്യമായ വളരെ വിലയേറിയ ഇൽമുകൾ
നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാകും, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുത്താൽ അവർക്കും ഇത് അമൽ ചെയ്യാനുള്ള വലിയ തൗഫീഖ് ഉണ്ടാകും. അവരമൽ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും രോഗങ്ങളെയും അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കമന്റിലൂടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഹലാലായ മുറാദുകൾ ഹാസിലാകുന്നതിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ മനസ്സിലുള്ള എന്തൊക്കെ നല്ല മുറാദുകൾ, നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല സഫലീകരിച്ച് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ കമന്റിലൂടെ ഒരുപാട് പേര് വീടില്ലാതെ, അതുപോലെ ഭർത്താവിൻ്റെ ജോലിയിൽ റാഹത്തുണ്ടാവാൻ, സന്തോഷമുണ്ടാവാൻ, ലാഭമുണ്ടാവാൻ, കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവാൻ പ്രവാസികളായ ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോകൾ കാണുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നുണ്ട്. അല്ലാഹു തആല പ്രവാസ ലോകത്തിൽ കഴിയുന്ന മുഴുവൻ സഹോദരന്മാർക്കും മുഴുവൻ സഹോദരിമാർക്കും നമുക്കും എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ട് ലോകത്തിലും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പരിശുദ്ധമായ തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എഴുതിയും കമന്റിലൂടെയും അല്ലാതെയും എല്ലാം ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള ഒരു നിവാരണം മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. തറാവീഹ് നമസ്കാരം നമ്മൾ കഷ്ടപ്പെട്ട് നിസ്കരിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ആ കാണുന്ന വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.